എല്ലാവർക്കും നമസ്കാരം. ഭക്ഷ്യസുരക്ഷയിൽ ആദ്യ കടമ്പയാണ് റിസീവിംഗ് എന്ന് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞുവല്ലോ. രണ്ടാമത്തെ കടമ്പ എന്നത് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ കിച്ചണിൽ എത്തുന്ന ഭക്ഷ്യവിഭവം ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ശരിയായ രീതിയിൽ ഫ്രിഡ്ജ് ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിയായ രീതിയിൽ ഫ്രിഡ്ജിൽ ഭക്ഷ്യവസ്തു സൂക്ഷിച്ചാൽ 3 ദിവസം വരെ പാചകം ചെയ്ത ഭക്ഷണം സൂക്ഷിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ -18 ഉള്ള ഒരു ഫ്രീസറിൽ ഏതൊരു ഭക്ഷ്യവസ്തുവും ഒരുപാട് നാളുകൾ സൂക്ഷിക്കുവാൻ കഴിയും. എന്നിട്ടും ആ ഭക്ഷ്യവസ്തു മോശമായാൽ അതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, നിങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രിയിലും കൂടുതലാകാം. ഫ്രീസറിന്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ -18 കൂടുതലാകാം. അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഫ്രീസറോ എപ്പോഴെങ്കിലും ഓഫായി പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഏതൊരു ഭക്ഷ്യവസ്തുവും സൂക്ഷിക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും ഫ്രിഡ്ജും ഫ്രീസറും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇടയ്ക്കെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു രീതിയാണ് ഫിഫോ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം ഉപയോഗിക്കുക എന്ന രീതി. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ. എല്ലാവരിലേക്ക് സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ, ഷെഫ് എമിൽ ഫിലിപ്പ്.